ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ആക്രമിക്കുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി അപകടകരമായ പ്രകോപനമെന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുടെ കരട് പ്രമേയം വിഷയത്തിൽ ഇന്ന് സംയുക്ത നിലപാട് പ്രഖ്യാപിക്കും. ഇന്നലെ നടന്ന വിദേശമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഖത്തർ ഉന്നയിച്ചത്. ലോകരാജ്യങ്ങൾ വിഷയത്തിൽ ഇരട്ടത്താപ്പ് ഒഴിവാക്കണമെന്ന ഖത്തറിന്റെ ആവശ്യം അമേരിക്കയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കുന്നു. പുതിയ വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ US പ്രതിനിധികൾ ഇന്ന് രാത്രി ഇന്ത്യയിലെത്തും. ഇന്ത്യക്ക് മേൽ 50% പിഴ തീരുവ ഈടാക്കിയതിനു ശേഷമുള്ള ആദ്യ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇന്ത്യക്കും US-നും ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി മഞ്ഞുരുങ്ങുന്നതിൻ്റെ സൂചനകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രകടമായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം അത് ദൃഢമാണെന്നും ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും പറഞ്ഞിരുന്നു. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ട്വിറ്ററിലൊരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരിക്കൽ നിന്നുപോയിട്ടുള്ള വ്യാപാര കരാർ ചർച്ചകൾ അതും പുനരാരംഭിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 25-നായിരുന്നു 6ാം ഘട്ട വ്യാപാര കരാർ ചർച്ചകൾക്കായി US പ്രതിനിധികൾ ഇന്ത്യയിലെത്തുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കാരണം ഈ വ്യാപാര കരാർ ചർച്ച അത് നീണ്ടുപോവുകയായിരുന്നു. ഇന്ത്യക്കും US-നും ഇടയിൽ ഉള്ള വ്യാപാര തീരുവ അത് ഓഗസ്റ്റ് 7-ന് ആദ്യഘട്ടമായി 25% തീരുവ നിലവിൽ വന്നിരുന്നു. ഇതിനു പുറമെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ അധികമായി ചുമത്തിയ 25% തീരുവ അത് ഓഗസ്റ്റ് അവസാനത്തോടുകൂടി നിലവിൽ വന്നിരുന്നു. ഇത്തരത്തിൽ 50% തീരുവ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യക്കും US-നും ഇടയിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ ഒരു ഘട്ടത്തിലുണ്ട്. ഈ വ്യാപാര കരാർ ചർച്ചകൾ നടത്തുന്നതിനായി US പ്രതിനിധികൾ ഇന്ന് രാത്രിയാണ് ഇന്ത്യയിൽ എത്തുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. US-ന്റെ ഈ ഏഷ്യൻ ചർച്ചകൾ നടത്തുന്നതിലെ മുഖ്യനായിട്ടുള്ള ബ്രണ്ടൻ ലിഞ്ചാണ് ഇന്ത്യയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി അദ്ദേഹം ഇന്ത്യയിലെത്തും. നാളെ രാവിലെയോടെ വ്യാപാര കരാർ ചർച്ചകൾ പഴയതുപോലെ പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മുൻപ് 5 ഘട്ട ചർച്ചകൾ നടന്നിരുന്നു, എന്നാൽ 5ഉം പരാജയപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 6ാം ഘട്ട ചർച്ചകൾ നടക്കുന്നത്.